രണ്ട് വ്യാപാര സ്ഥാപനങ്ങളിലെയും ഗ്രില്ലിന്റെ പൂട്ടും ഷട്ടറും തകർത്താണ് മോഷ്ടാക്കൾ അകത്ത് കയറിയിരിക്കുന്നത്. രാവിലെ കട തുറന്ന് കിടക്കുന്നത് കണ്ട് നാട്ടുകാർ വിളിച്ചറിയിച്ചതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മോഷണ വിവരം അറിയുന്നത്. 3 ആളുണ്ട്. അവർ ഒരാൾ ആ ഭാഗത്ത് ഒരാൾ ഈ ഭാഗത്ത് നിന്ന് ഒരാൾ വന്നിട്ട് ഇങ്ങോട്ട് തുറക്കണതും പിന്നെ ഇങ്ങോട്ട് ഒരാൾ നിന്നിട്ട് അടിച്ച് ഇതാക്കണതും ഒക്കെ ഉണ്ട്. ഇങ്ങോട്ട് ഷട്ടർ അത് ഗ്രില്ല് തുറന്നിട്ട് ഇങ്ങോട്ട് അകത്ത് കയറുന്നുണ്ട്. പിന്നെ ഷട്ടറിന്റെ ലോക്ക് പിടിച്ചിട്ട് കയറുന്നുണ്ട്. അതും CCTVയിലുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ പിന്നെ ഇവർ എല്ലാ സാധനങ്ങളും വാരി വലിച്ചിട്ട് ഒരുപാട് കുറച്ചേ നേരം നിന്ന് തിരയുണ്ട്. പക്ഷെ അവർക്ക് കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ല. മുല്ലയ്ക്കൽ ക്ഷേത്രത്തിലെ ഭണ്ഡാരം കുത്തി തുറന്ന് പണം കവർന്നു. പൂട്ട് തകർത്ത് ഓഫീസിൽ കയറിയെങ്കിലും വിലപിടിപ്പുള്ളതൊന്നും നഷ്ടമായിട്ടില്ല. പൂട്ട് പൊളിക്കുന്ന ശബ്ദം കേട്ട് അയൽവീട്ടുകാർ എത്തിയപ്പോഴേക്കും മോഷ്ടാക്കൾ ഓടിപ്പോയി. എണീറ്റിട്ട് ലൈറ്റ് ഇട്ടിട്ട് ജനൽ കൂടെ നോക്കിയപ്പോൾ 2 ആൾക്കാർ ഇവിടുന്ന് ഇറങ്ങി ഓടുന്നത് കണ്ടു. നേരെ ഞങ്ങൾ കമ്മിറ്റിക്കാരെ വിളിച്ചു. അപ്പോൾ ഞങ്ങൾ വന്ന് നോക്കുമ്പോൾ ഇവിടെ അമ്പലത്തിൻ്റെ ഭണ്ഡാരം പൊളിച്ചിരിക്കുന്നു, ഓഫീസ് പൊളിച്ചിരിക്കുന്നു. ഇത് രണ്ടും പൊളിച്ചിട്ടുണ്ട്. ഭണ്ഡാരത്തിൽ നിന്ന് കുറച്ച് കാശ് നഷ്ടപ്പെട്ടു. പട്ടാമ്പി പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. ആയുധങ്ങളുമായി മോഷണ സംഘം നടന്നു പോകുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ ജനം പരിഭ്രാന്തിയിലായിരിക്കുകയാണ്. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.